നമസ്കാരം. ഇന്ന് ഞാൻ ഒരു ചപ്പാത്തി കറിയാണ് കേട്ടോ കാണിക്കണത്. ഒരു കോളിഫ്ലവർ കറി ഉണ്ടാക്കി, അത് ഒരുപാട് പേർക്ക് ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ട് കമന്റ്സ് ഒക്കെ കണ്ടു. അപ്പൊ വീണ്ടും ഒരു ചപ്പാത്തിയുടെ കറി കാണിക്കാന്ന് വിചാരിച്ചു. ഇത് കാണുമ്പോൾ തന്നെ അറിയാലോ, നല്ല കുറുകിയാണ് ഇരിക്കണേ. പക്ഷെ നമ്മൾ തേങ്ങ അരച്ച് ചേർത്തിട്ടില്ല കേട്ടോ. തേങ്ങ ചേർക്കാതെ തന്നെ ഈസി ആയിട്ട് കുറുകിയൊരു പൊട്ടറ്റോ ക്യാപ്സിക്കം കറി. അതിന് വേണ്ടിയിട്ട് ഒരു പൗഡർ ഉണ്ടാക്കി എടുക്കണം. അപ്പോൾ ഒരു 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകവും 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 2 നുള്ള് സാധാരണ നല്ല ജീരകവും കൂടി ഒന്ന് ബ്രൗൺ നിറം ആവണത് വരെ വറുത്ത് മാറ്റാം. പിന്നെ 1 ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലിയാണ് വേണ്ടത്. മല്ലിയും ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെക്കാം. ഏകദേശം 1 ടേബിൾ സ്പൂൺ അളവിൽ തന്നെ നമ്മുടെ പച്ചക്കപ്പലണ്ടി ഉണ്ടല്ലോ, അത് അതേ അളവിൽ തന്നെ കാഷ്യൂനട്ട്, അണ്ടിപ്പരിപ്പ്, ഇതെല്ലാം ഡ്രൈ റോസ്റ്റ് ചെയ്ത് ഒന്ന് മാറ്റി വെക്കണം. ശേഷം മിക്സിയുടെ ജാറിൽ, ചെറിയ ജാറിൽ ഇട്ടിട്ട് നന്നായിട്ട് പൊടിച്ചു വെക്കണം. നമ്മൾ സാധാരണ അരക്കല്ലേ ചെയ്യുക, ഇത് പൊടിയാണ് വേണ്ടത്. ഇനി ഒരു 2-2.5 ടേബിൾ സ്പൂൺ അളവില് വെളിച്ചെണ്ണ, അതിലേക്ക് 2 ഇടത്തരം വലിപ്പമുള്ള സവാള, ഉപ്പും ഒരു പച്ചമുളക് ചെറുതാക്കി നുറുക്കിയതും ചേർത്തിട്ട് വഴറ്റിയെടുക്കുക. വല്ലാതെ ബ്രൗൺ നിറം ആവേണ്ട ആവശ്യമില്ല കേട്ടോ. ഒന്ന് വഴണ്ട് കഴിയുമ്പോൾ 1/4 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇഞ്ചിയും വെളുത്തുള്ളിയും വെളുത്തുള്ളി ഉപയോഗിക്കാത്ത ആൾക്കാർക്ക് അത് ഒഴിവാക്കുകയും ചെയ്യാം. അതിന്റെ പച്ചമണം ഒന്ന് മാറണ സമയത്ത് ചെറിയ ഇടത്തരം വലിപ്പമുള്ള 2 ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് വെച്ചതും കൂടി ചേർക്കുകയാണ്. എന്നിട്ട് ആ ഉരുളക്കിഴങ്ങിലേക്ക് ആവശ്യമുള്ള കുറച്ച് ഉപ്പും കൂടി ചേർക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ അളവിൽ എരിവുള്ള മുളക് പൊടി, 2 ടീസ്പൂണോളം കശ്മീരി മുളക് പൊടി, ഉപ്പും കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് അടച്ചു വെച്ചിട്ട് വേണം ഉരുളക്കിഴങ്ങ് നമുക്ക് വേവിച്ചെടുക്കാൻ വേണ്ടി. വെള്ളം ഒട്ടും ഒഴിക്കരുത്. നമുക്ക് അടച്ചു വെച്ചിട്ട് തീ ചെറുതാക്കി ഇട്ടാൽ ഉരുളക്കിഴങ്ങ് വെന്ത് കിട്ടും കേട്ടോ. അപ്പൊ ഉരുളക്കിഴങ്ങ് ഒന്ന് വെന്ത് വരണ സമയത്ത് അടുത്തതായിട്ട് നമുക്ക് തക്കാളിയാണ് ചേർക്കാനുള്ളത്. ഒരു വലിയ തക്കാളിയാണ് ചേർക്കേണ്ടത്. തക്കാളിയിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടി ചേർക്കുക. നല്ലോണം ഒന്ന് ഇളക്കുക. ഇളക്കിയിട്ട് ഒന്നും കൂടി അടച്ചു വെച്ചിട്ട്, അപ്പൊ ഉരുളക്കിഴങ്ങ് ഏകദേശം പകുതി വെന്തിട്ടുണ്ടാവും. ബാക്കി അടച്ചു വെക്കുന്ന സമയം കൊണ്ട് തക്കാളിയും വെന്ത് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പൊ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള, സത്യം പറഞ്ഞാൽ ഒരുപാട് ഇങ്ങനെ മസാല ഉള്ളതല്ല. ഇപ്പൊ നമ്മൾ കണ്ടുല്ലോ, പൊടിയായിട്ട് നമ്മൾ ചേർത്തിട്ടുള്ളത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമാണ്. ഇപ്പൊ നന്നായിട്ട് തക്കാളിയും വെന്തു, ഉരുളക്കിഴങ്ങും വെന്തു. ക്യാപ്സിക്കം ഏറ്റവും അവസാനം ചേർക്കണത്. ഞാൻ ഇടത്തരം വലുപ്പമുള്ള 2 ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കത്തിന് ആവശ്യമുള്ള ഉപ്പിട്ടു. നേരത്തെ നമ്മൾ വറുത്ത് പൊടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് അടച്ചു വെക്കുക. ഡ്രൈ ആയിട്ടുള്ള ഒരു സബ്ജി ഇഷ്ടമുള്ളവർക്ക് ഇത് മതി കേട്ടോ. ഈ പാകത്തിന് തന്നെ എടുക്കാം. ക്യാപ്സിക്കം ഒന്ന് വെന്ത് കഴിഞ്ഞാൽ ഈ പാകത്തിന് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒന്ന് ആവി കയറ്റി വേവിച്ചിട്ട് ഡ്രൈ ആയിട്ട് എടുക്കാം. ഞാൻ പക്ഷേ ഇതിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് ഒരു ഗ്രേവി രൂപത്തിലാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ആദ്യം ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഈ പൊടി കാഷ്യൂനട്ടിന്റെ ഒക്കെ പൊടിയാണ്, കപ്പലണ്ടി ഉണ്ട്, അത് പെട്ടെന്ന് തിക്കായി വരും. അപ്പോൾ അവസാനം ഞാൻ നമ്മുടെ സ്റ്റീൽ ഗ്ലാസ്സിൽ 1.5 ഗ്ലാസ് അളവിൽ വെള്ളവും കൂടി ചേർത്ത് പാകത്തിന് നമുക്ക് ഇഷ്ടമുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി കറിവേപ്പില ഇഷ്ടമുള്ളവർക്ക് കറിവേപ്പില, കുറച്ച് കസൂരി മേത്തി വേണ്ടവർക്ക് അങ്ങനെ, അതും അല്ലെങ്കിൽ മല്ലിയില, ഇത് ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊട്ടറ്റോ ക്യാപ്സിക്കം മസാലക്കറി റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും. ഫ്രൈഡ് റൈസിന്റെ കൂടെയും നല്ലതാണ്. ഇത് ഞാനിങ്ങനെ ഒന്നും കൂടി കാണിക്കാൻ കാരണം എന്താ വെച്ചാല്, ഇതിങ്ങനെ ഇരുന്ന് കുറുകുമ്പോൾ ആ പൊടി ഒന്നും കൂടി കുറുകി നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ടാവും. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തു പറയണത്. ഇത് നന്നായിട്ട് കുറുകി വരും. കുറച്ച് നേരം ഇരിക്കും തോറും നല്ലോണം കുറുകി വരും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കൂ.